Hi friends, welcome back to our channel Our Happiness. So നമ്മുടെ സെലിബ്രിറ്റി സീരീസിലെ ലാസ്റ്റ് ലുക്കാണ് കേട്ടോ അത്. കീർത്തി സുരേഷിൻ്റെ ലുക്കാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഹെയർ ആണ് ചെയ്യേണ്ടത്. കീർത്തി സുരേഷിൻ്റെ ഹെയർ കുറച്ച് ഒരു വേവി ടൈപ്പ് ഓഫ് ഹെയർ ആണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. സോ അതിന് വേണ്ടിയിട്ട് മുടി നന്നായിട്ട് ഈരി ചെടിയൊക്കെ മാറ്റുക. എന്നിട്ട് നമുക്കൊരു സീറം അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഏത് സീറം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. സോ സീറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മുടി ഒന്ന് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കൊടുക്കുക. ഒരു വേവി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ. അതിനുശേഷം നമുക്ക് ഒരു പോണിറ്റെയിൽ പോലെ മുകളിലേക്ക് ഇങ്ങനെ കെട്ടിവെക്കാം. പോണിറ്റെയിൽ കെട്ടിയതിന് ശേഷം നമുക്കിനി ഓരോ 3 പാർട്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പോണിറ്റെയിൽ തിരിക്കാം. എന്നിട്ട് ഫസ്റ്റ് പാർട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി വയ്ക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നെക്സ്റ്റ് പാർട്ട് നമ്മൾ തിരിച്ചത് വീണ്ടും ചുറ്റി വയ്ക്കുക. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ഒരു ബോബി പെന്നോ എന്തെങ്കിലും വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. ഹെയർ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഹെയർ അയച്ചാൽ മതി. അപ്പം അത്രയും നേരം നമ്മുടെ ഹെയർ അവിടെ ഇരുന്നിട്ടൊന്ന് കുറച്ചൊരു വേവി ഹെയറായി കിട്ടിക്കോളും. ഓക്കെ, അപ്പം നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. മേക്കപ്പിന് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ലിപ്സൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രൈമർ ഇട്ടിട്ട് ആസ് യൂഷ്വൽ നമ്മൾ പ്രൈമർ ഇട്ട് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ കളർ കറക്റ്റർ എടുത്തേക്കാണ്. കാരണം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ കറക്റ്റർ എടുത്തേക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ നമ്മൾ കളർ കറക്റ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം ഒന്ന് ഒരു കോമ്പാക്ട് പൗഡർ അടിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എസ്റ്റീ ലോഡറിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അത് നല്ല കവറേജ് ഉണ്ട്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫിംഗേഴ്സ് വെച്ചിട്ടായാലും ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഇത് ഒരു സൈഡ് ഇട്ടിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ അത് കാരണം നിങ്ങൾ വേഗം വേഗം ബ്ലെൻഡ് ചെയ്തെടുക്കണം. കഴുത്തിൽ ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ ഡബിൾ കളറായിട്ടിരിക്കും. ഇനി നമുക്ക് നേരെ ഐ മേക്കപ്പിലേക്ക് കിടക്കാം. ഐ മേക്കപ്പിൽ ആദ്യം തന്നെ നമ്മുടെ ഐബ്രോസ് ആണ്. കീർത്തിൻ്റെ ഐബ്രോസ് അത്ര കട്ടിയെന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം എല്ലാ ഗ്യാപ്പും എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ടുള്ള ഐബ്രോസ് തന്നെയാണ്. സോ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് നാച്ചുറലായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല.
സോ നമ്മുടെ ഐബ്രോസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ന്യൂഡ്സ് പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ആ പിക്ചറിൽ ഐ ഷാഡോൻ്റെ അത്രയും ക്ലിയർ അല്ല, പക്ഷെ എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ചെയ്യണതാണ് കേട്ടോ. ഡ്രസ്സിന് മാച്ചായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ കളറാണ് ഞാൻ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഒരു സിൽവർ ഷെയ്ഡാണ് കേട്ടോ. കാരണം നമ്മുടെ ഡ്രസ്സ് വൈറ്റ് കളറാണ്. അപ്പോൾ ഞാനൊരു സിൽവർ ഷെയ്ഡ് കണ്ണിനൊരു ഷിമ്മറി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സിൽവർ ഷെയ്ഡ് കൊടുക്കുന്നത്. അതിൽ കീർത്തി സുരേഷ് ഏത് ഐ ഷാഡാണോ അപ്ലൈ ചെയ്തതെന്നുള്ളത് കാണാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. സോ നമ്മുടെ ഔട്ട്ഫിറ്റായിട്ട് ഈ ഒരു ഷെയ്ഡ് മാച്ചായി പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കാജൽ വെച്ചിട്ട് മുകളിലും താഴെയും എഴുതാണ്. പ്രത്യേകിച്ച് വിങ്കായിട്ടൊന്നല്ല എഴുതിയേക്കണേ, നോർമൽ ലെവലിൽ തന്നെയാണ് കണ്ണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ അടിയിലും മുകളിലും അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് കോൺടോർ ചെയ്യാണ്. ആ പിക്ചറിൽ കോൺടോറിങ് മാത്രമേ കാണുന്നുള്ളൂ. പക്ക ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ലുക്കാണ്. അതിൽ തീരെ ഹൈലൈറ്ററോ ബ്ലഷോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലത്ര വിസിബിൾ അല്ല. അപ്പോൾ കോൺടോറിങ് ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം അതിൽ കാണുന്നുണ്ട്. സോ ഞാൻ മസ്കാര ഇടാൻ മറന്നുപോയി കേട്ടോ, അതും കൂടി ഇടാണ്ട്. സോ മസ്കാര നല്ല തിക്കായിട്ട് തന്നെ മുകളിലും താഴെയും എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ലിപ്പൊന്ന് ഡിഫൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലിപ്പ് ലൈനർ എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ലിപ്പ് ഫില്ല് ചെയ്യും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് ഇടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂഡ്നെസ് കുറയ്ക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്കത് ലിപ്പ് ഫുള്ള് ഫില്ല് ചെയ്യും ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. ഇതാണ് ഏകദേശം ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയത്. എക്സാക്ട് മാച്ച് ആണോ എന്നറിയില്ല, എന്നാലും ഏകദേശം ഒരു മാച്ചിങ് ആണ്. ഇത് മെബ്ലൈൻ്റെ സൂപ്പർ സ്റ്റേ കളക്ഷൻ എന്നുള്ളതാണ്. ലവർ എന്നാണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര്. മേക്കപ്പ് ഒക്കെ നമ്മുടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹെയർ ഞാനൊന്ന് വേവി കുറച്ചും കൂടി ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡ്രയർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ഇതുപോലെ കെട്ടി ഉറങ്ങി കഴിഞ്ഞ് പിറ്റേ ദിവസം എണീക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വേവി ഹെയർ കിട്ടും. സോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഹീറ്റൊന്നും വേണ്ടാന്നുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ ഈ ഓവർനൈറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തോ, കുഴപ്പമില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു വേവിനെസ് കിട്ടും. പക്ക സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും.
നമ്മുടെ കീർത്തി സുരേഷിന്റെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു വേവി ഹെയർ ആണ് പുള്ളിക്കാരിയുടെ. അപ്പൊ കീർത്തി സുരേഷിന്റെ വേവി ഹെയർ ആയതുകൊണ്ട് ഞാൻ അടിയിൽ മാത്രമേ ഇത്തിരി വേവി ആക്കിയിട്ടുള്ളൂ. ഫ്രണ്ടിൽ സ്ട്രെയിറ്റ് ഹെയർ തന്നെയാണ്, അതുകൊണ്ടാണ് വേറെ കേൾ മെഷീനോ ഒന്നും ഇല്ലാത്ത. പിന്നെ പക്കാ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു ഇച്ചിരി കേൾ ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ ആ ലുക്കിലേക്ക് കംപ്ലീറ്റ് വരുള്ളൂ. എൻ്റെ ഓൾറെഡി കുറച്ച് വേവി ഹെയർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ബണ്ണ് പോലെ കെട്ടി വെച്ചത്. അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആണ് എൻ്റെ പോലത്തെ ഹെയർ ടെക്സ്ചർ ഉള്ളവർക്ക് കേട്ടോ. നമ്മുടെ ഡ്രസ്സും ആക്സസറീസും അതുപോലെ പൊട്ടും ഞാൻ വെച്ചിട്ടില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിൾ ലുക്കാണ് ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. കാരണം നമുക്കൊരു സാധാരണ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോകാൻ പറ്റിയൊരു ലുക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം വലിയൊരു കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ റിങ് അതിനോട് മാച്ചായിട്ടുള്ള റിങ് തന്നെയാണ്. അടിയിൽ ഇങ്ങനെ പേളും കൂടി, കമ്മലിൻ്റെ അടിയിലൊരു പേളും കൂടി വന്നപ്പോൾ അതിനൊരു എക്സ്ട്രാ ഒരു എലഗൻറ്റ് ലുക്ക് വന്നു. പിന്നെ പൊട്ട് പച്ച, എക്സാക്റ്റ് പച്ചയല്ല, ഞാനൊരു കല്ലുപൊട്ടാണ് വെച്ചത്. എന്നിട്ടൊരു പച്ച ഐലൈനർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് കേട്ടോ, കാരണം എക്സാക്റ്റ് ആ കളർ എൻ്റെ ഇല്ല. അപ്പം അങ്ങനെ. അപ്പം നമുക്കിനി ഫുള്ള് ഔട്ട്ഫിറ്റ് കാണാം. ഒരു ഓഫ് വൈറ്റ് സൽവാറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. എൻ്റെ ഇച്ചിരി ഫ്ലെയർ ഉണ്ട് കേട്ടോ, കീർത്തിയുടെ അത്ര ഫ്ലെയർ ഇല്ല, ജസ്റ്റ് ഒരു എ ലൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്. പിന്നെ അതിൽ ഒരു ഫ്ലൂറസെൻറ്റ് പച്ചയാണ് കേട്ടോ ഷോള് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ആ കളർ ഇല്ല, അതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ഗ്രീനാണ് ഞാനിവിടെ ഷോളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ സീ യു ദെൻ, ബൈ ബൈ.